വെൽക്കം ടു അവർ ചാനൽ മെക്കാക്കട. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഗാൽവാനിക് സെല്ലുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ആ ഗാൽവാനിക് സെല്ലിൻ്റെ രണ്ടാമത്തെ ഒരു ഉദാഹരണം നമ്മൾ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരണം. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എത്തിച്ചേരത്തുള്ളൂ. ദയവ് ഇത് നിങ്ങളിത് ലൈക്ക് ചെയ്യണം, അത് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താൽ മാത്രമേ ഇത് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചേരും. നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തന്നെ ഇത് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ അക്കാഡമി. ഗാൽവാനിക് സെല്ലിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണ്. ശ്രദ്ധിക്കുക, ഇത് SSLC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് ഗവനിക്കണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. MgAg ഗാൽവാനിക് സെൽ എങ്ങനെ നമ്മൾക്ക് ഒരു MgAg അഥവാ മഗ്നീഷ്യം Ag എന്ന് പറയുന്നത് സിൽവർ ഗാൽവാനിക് സെൽ കൺസ്ട്രക്ട് ചെയ്യാം. ഇന്നലെ ഞാൻ എല്ലാം പറയുകയുണ്ടായി വിശദമായി. ഒന്ന് ശ്രദ്ധിക്കുക, 2 ബീക്കർ എടുക്കുന്നു, MgAg. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആനോട് ആരായിരിക്കും? Mg ആയിരിക്കും. ആരായിരിക്കും? Mg ആയിരിക്കും. കാഥോഡ് ആരായിരിക്കും? രണ്ടാമത് കിടക്കുന്ന ആള് ആരാണ്? Ag ആണ്. കാഥോഡ് Ag ആണ്. കാഥോഡ് ആരാണ്? Ag ആണ്. അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് എന്ന നിലക്കാണ് ഞാനിത് പറഞ്ഞത്. ആദ്യം കിടക്കുന്ന ആളാണ് ആനോഡ് Mg, രണ്ടാമത് ആരാണ് കിടക്കുന്നത്? കാഥോഡ് Ag. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് റിയാക്ടിവിറ്റി സീരീസ് എഴുതിയിട്ട് നോക്കിയാൽ മതി. റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള ആൾ ആരാണ് എന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും Mgക്കാണ് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആനോഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെയാണ് നമ്മളുടെ Ag സ്ഥാനം Mg അപേക്ഷിച്ച്. അതായത് Mg ഈസ് മോർ റിയാക്റ്റീവ് ദാൻ Ag. അപ്പോൾ സ്വാഭാവികമായിട്ടും കാഥോഡ് ആരാണ്? Ag ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് എങ്ങനെയാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 2 ബീക്കർ. ആ ബീക്കറിനകത്ത് ഒന്നാമത്തേതിനകത്തുള്ള Mg ഇലക്ട്രോഡ്, എന്ത് ഇലക്ട്രോഡാണ്? Mg ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുന്നു. അത് ഏത് സൊല്യൂഷനകത്താ? MgSO4 സൊല്യൂഷൻ. അതായത് Mgയുടെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനാണ് MgSO4 സൊല്യൂഷനകത്ത് മുക്കി വെച്ചു. രണ്ടാമത് ഞാൻ എന്താണ് ചെയ്തത്? Ag, കാഥോഡിലുള്ള Ag. ഇതാരാണ്? Agയുടെ റോഡാണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ AgNO3 സൊല്യൂഷൻ. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ AgNO3 സൊല്യൂഷൻ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സാൾട്ട് ബ്രിഡ്ജ് ഇതിൽ വെക്കാൻ പോവുകയാണ്. സാൾട്ട് ബ്രിഡ്ജ് എന്തിനാണെന്ന് ഇന്നലെ പറഞ്ഞു. എന്തിനാണ്? ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. അപ്പൊ സാൾട്ട് ബ്രിഡ്ജ് ഞാൻ വരച്ച് ചേർത്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? കണക്ഷൻ കൊടുക്കുകയാണ്. കണക്ടിങ് വയർ ഉപയോഗിച്ചിട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. കൊടുക്കാം, നമുക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വൈദ്യുതിയുടെ പ്രസൻസ് അറിയാൻ വേണ്ടി ഗാൽവാനിക് സെല്ല് വെക്കാം. കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നു. ഉണ്ടായതിനു ശേഷം നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇതിന്റെ ഗാൽവാനിക് സെല്ലിന്റെ സൂചിയിൽ ഡിഫ്ലക്ഷൻ കാണും. അതായത് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടിംഗ് ടു അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. Here in galvanic cell, chemical energy is converted to electrical energy. This is an arrangement to convert chemical energy into electrical energy. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ നടന്ന റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, ഈ പരീക്ഷയ്ക്ക് പ്രധാനമായി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വൈദ്യുതിയുടെ ഫ്ലോ, അതായത് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ. മെൻഷൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. കൺവെൻഷൻ രീതിയിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എന്ത്? വൈദ്യുതി ഒഴുകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇത് ആനോഡിക് സൈഡാണ്, ഇത് കാഥോഡിക് സൈഡാണ്. ഇവിടെ ആനോഡാണ്, ഇവിടെ ഉള്ളത് ആനോണുകളാണ്. എന്താണ്? ആനയോണുകൾ. അപ്പൊ ആനയോണിന്റെ ചാർജ് എന്താണ്? നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആനയോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ആനയോണിന്റെ ചാർജ് നെഗറ്റീവാണ്. ഓർത്തിരിക്കുക, ആനയോണിന്റെ ചാർജ് നെഗറ്റീവാണ്.
ഇത് കാഥോഡാണ്, കാഥോഡിക് സൈഡ്. കാറ്റയോൺ ആണ് ഉപയോഗിക്കുന്നത്. കാറ്റയോണിന്റെ ചാർജ് പോസിറ്റീവാണ്. കാറ്റയോണിന്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പം ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. സ്വാഭാവികമായിട്ട് കറണ്ട് ഒഴുകുന്നത് ഏത് ദിശയിലേക്കായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. കറണ്ടിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇങ്ങനെയായിരിക്കും. ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ കെമിക്കൽ റിയാക്ഷനിലേക്ക് വരാം. ശ്രദ്ധിക്കാം, ഞാനിതൊന്ന് തുറക്കാൻ പോവുകയാണ്. നമുക്ക് ഇതിന്റെ കെമിക്കൽ റിയാക്ഷനിലേക്ക് വരാം. എന്താണ് ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നത് കൊണ്ടാണല്ലോ ഇവിടെ രാസോർജം വൈദ്യുർജമായി മാറിയത്. ഇവിടെ നടക്കുന്ന റിയാക്ഷനുകൾ രണ്ടാണ്. ആനോഡിൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ്. Reaction takes place at anode. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കാം. എന്താണ് ആനോഡിൽ നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ്. എന്താണ്? ഓക്സിഡേഷൻ ആണ് ആനോഡിൽ നടക്കുന്നത്. ആരാണ് ഓക്സിഡേഷന് വിധേയമാകുന്നത്? നോക്കാം. ഓക്സിഡേഷന് ആരാണ് വിധേയമാകുന്നത് നമുക്ക് നോക്കാം. അതായത് റിയാക്ടിവിറ്റി കൂടിയ മഗ്നീഷ്യം. മഗ്നീഷ്യം ഓക്സിഡേഷന് വിധേയമാവുകയാണ്. നോക്കുക, Mg. നമുക്ക് ഇത് കമ്പൈൻ ചെയ്തെഴുതാം. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, റിയാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് ആനോഡ് ഓക്സിഡേഷൻ ആണ്. എന്താണ്? ഓക്സിഡേഷൻ ആണ്. അപ്പോൾ എന്താണ് ഈ ആനോഡിക് പാർട്ടിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് നോക്കാം. റിയാക്ഷൻ അറ്റ് ആനോഡ്. ഇങ്ങനെ ചെറിയ തലക്കെട്ടി കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ കൊടുക്കുകയാണ്. ഓക്സിഡേഷൻ ആണല്ലോ നടക്കുന്നത്. ഓക്സിഡേഷൻ ഞാൻ പറഞ്ഞല്ലോ, കൊടുക്കുകയാണ്. ലൂസിംഗ് ഓഫ് ഇലക്ട്രോൺ അല്ലെ ലോസിംഗ് ഓഫ് ഇലക്ട്രോൺ എന്നൊക്കെ പറയാം. Mg gives കൊടുക്കുന്നു. Mg 2+ 2e 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? കാഥോഡിലായിരിക്കും. സാമാന്യം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. റിഡക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? കാഥോഡിലായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം റിയാക്ഷൻ അറ്റ് കാഥോഡ്. റിയാക്ഷൻ അറ്റ് കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, നമ്മളുടെ സിൽവർ റിഡക്ഷനിൽ ഏർപ്പെടും. റിഡക്ഷൻ റിയാക്ഷനിൽ ഏർപ്പെടും. അതായത് ഇലക്ട്രോണുകളെ മേടിക്കും. എങ്ങനെയാ മേടിക്കുന്നത് നോക്കാം. 2Ag plus 2e gives Ag. റിയാക്ഷൻ അറ്റ് ആനോഡും റിയാക്ഷൻ അറ്റ് കാഥോഡും നമ്മൾ കണ്ടു. റിയാക്ഷൻ അറ്റ് ആനോഡ് ഏതായിരുന്നു? Mg gives Mg 2+ 2e. കാഥോഡിൽ നടന്നത് എന്തായിരുന്നു? നോക്കുക, കാഥോഡ് ആരായിരുന്നു? സിൽവർ ആയിരുന്നു അല്ലേ? നിങ്ങൾ ആ ഫിഗറും നോക്കിയാൽ മതി, മനസ്സിലാവും. 2Ag plus 2e gives Ag. ഇതായിരുന്നു കാഥോഡിൽ നടന്ന റിയാക്ഷൻ. അപ്പോൾ ഈ രണ്ട് റിയാക്ഷനും ഒരേപോലെ നടക്കുന്നതിന് പറയുന്ന പേര് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. ആ റിയാക്ഷൻ എന്ത് പേരാണ് പറയുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. റിഡോക്സ് റിയാക്ഷൻ. എന്താണ് റിഡോക്സ് റിയാക്ഷൻ? റിയാക്ഷൻ ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ simultaneously take place is called redox reaction. അപ്പോൾ ഈ റിഡോക്സ് റിയാക്ഷൻ അഥവാ റിഡോക്സ് പ്രവർത്തനം ഉണ്ടായതുകൊണ്ടാണ് അവിടെ എന്ത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആയത്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ എഴുതുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയേക്കാം. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ ആണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കുക, റിഡോക്സ് റിയാക്ഷൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല. ഈ മുകളിലും താഴെയുമുള്ള, അതായത് റിയാക്ഷൻ അറ്റ് ആനോഡും റിയാക്ഷൻ അറ്റ് കാഥോഡുമാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ എ എന്ന് സൂചിപ്പിക്കുന്നു, ആനോഡ്. ഇത് സി എന്ന് സൂചിപ്പിക്കുന്നു. റിയാക്ഷൻ അറ്റ് ആനോഡാണ് ഇത് റിയാക്ഷൻ അറ്റ് കാഥോഡാണ്. നിങ്ങൾ ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഇതിന്റെ റിഡോക്സ് റിയാക്ഷൻ ഞാൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളുക.
ഈ Mg ആദ്യം തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ എന്താ ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുക, വെട്ടിക്കളയുക. 2 ഇലക്ട്രോൺ ആദ്യം വെട്ടിക്കളയുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളവ തമ്മിൽ കൂട്ടുക, Mg എഴുതുക. അതായത് ഒരു അഡീഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. Mg പ്ലസ് ആരാളുള്ളത് 2Ag അതുപോലെ എടുത്ത് എഴുതി. അത് എഴുതിയല്ലോ. എഴുതി കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത്, ഇവിടെ ആരോയാണ് ബാക്കിയുള്ളത് അല്ലേ. ആരോ കോമൺ ആണ്. ആരോ അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. വളരെ രസകരമായി നമ്മൾ ആരോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അപ്പുറത്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഉള്ള ആരാണ്, Mg2+ ഉണ്ട്. ആരുണ്ട്, Mg2+ ഉണ്ട്, Ag ഉണ്ട്. അപ്പൊ എഴുതാം Mg2+ Ag. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ അറ്റ് ആനോഡും റിയാക്ഷൻ അറ്റ് കാഥോഡും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക എന്നല്ല എന്ന് പറയാം. അത് നമ്മൾ ഇങ്ങനെ ഈ മെത്തേഡിലൂടെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു സങ്കീർണമായ ഒരു ഇക്വേഷൻ കിട്ടുകയുണ്ടായി. ഇതെന്താണ്? ഇത് റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് MgAg ഗാൽവാനിക് സെല്ലിനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് ഈ പാഠത്തിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് 8 മാർക്കിൽ കുറയാതെ ഈ പോർഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഈ പാഠഭാഗത്ത് ഈ ഒരു ക്വസ്റ്റിനകത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളെ പറ്റിയിട്ട് ഞാനൊരു മാതൃക പറയാം. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഫിഗർ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. 2 ബീക്കർ, പിന്നെ ഒരു സാൾട്ട് ബ്രിഡ്ജ്, പിന്നെ കണക്റ്റിംഗ് വയർ, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇങ്ങനെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് അവർ ആദ്യത്തെ ചോദ്യം, എ പാർട്ട് ചോദ്യം ഇങ്ങനെ ചോദിക്കും. അതായത് കൺസ്ട്രക്ട് ഗാൽവാനിക് സെൽ യൂസിങ് ദ എബോവ് മെൻഷൻഡ് ഫിഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ എബോവ് മെൻഷൻഡ് ഫിഗേഴ്സ് ചിലപ്പോൾ ഇലക്ട്രോഡിന്റെ ഫിഗർ തന്നിട്ടുണ്ടാവാം, 2 ബീക്കറിന്റെ ഫിഗർ തന്നിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ ഗാൽവാനിക് സെൽ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. പിന്നെ രണ്ടാമത് ബി പാർട്ടിൽ നിങ്ങളോട് ചോദിക്കാം, അതായത് ആനോഡ് വെക്കുന്നത് എവിടെയാണ്, അതായത് രണ്ടാമത് കാഥോഡ് വെക്കുന്നത് എവിടെയാണ്, ആനോഡിൽ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്, കാഥോഡിൽ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ ആണ്, കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. അപ്പൊ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതാൻ നിങ്ങളോട് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ എഴുതുന്നു ആനോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആനോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എഴുതുന്നു. പിന്നെ നിങ്ങൾ കാഥോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എഴുതുന്നു. അപ്പോൾ ഏറ്റവും അവസാനമായി നിങ്ങളോട് ചോദിക്കുന്നു, ചിലപ്പോൾ മേ ബി ഇങ്ങനൊരു ചോദ്യം വരാം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സാൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ നിങ്ങൾ അതിനുള്ള ഉത്തരം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. വാട്ട് യു മീൻ ബൈ സാൾട്ട് ബ്രിഡ്ജ്? അത് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് ഒന്നുകൂടെ പറയുന്നത്, ഫിൽട്ടർ പേപ്പർ ഡിപ്ഡ് ഇൻ KCl സൊല്യൂഷൻ, അതാണ് എന്ത് സാൾട്ട് ബ്രിഡ്ജ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. എടുത്തെടുത്ത് പറയുന്നത് ചോദിക്കും, അതുകൊണ്ടാണ്. പിന്നെ വേറെ ചോദിക്കാൻ സാധ്യതയുള്ളത്, റൈറ്റ് ദ റിഡോക്സ് റിയാക്ഷൻ ഫോർ ദ എബോവ് ഗാൽവാനിക് സെൽ. അതിന്റെ റിഡോക്സ് റിയാക്ഷൻ എഴുതുന്ന രീതി ഞാൻ പറയുകയുണ്ടായി. ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനും എടുത്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് പോലെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ സങ്കീർണമായ ഇക്വേഷനിലേക്ക് എത്തിച്ചേരുക. അപ്പം തന്നെ നിങ്ങൾക്ക് എന്താകും, റിഡോക്സ് റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് ഇൻ കേസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ഇഫ് ദേ ആസ്ക് യു ടു ഡിഫൈൻ റിഡോക്സ് റിയാക്ഷൻ, അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? യു ഹാവ് ടു ഡിഫൈൻ ലൈക്ക് ദിസ്: ഇഫ് ദ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഇൻ എ ഗാൽവാനിക് സെൽ, ഇറ്റ് ഈസ് കാൾഡ് റിഡോക്സ് റിയാക്ഷൻ. ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നത്. അതായത് ഓക്സിഡേഷനും റിഡക്ഷനും ഗാൽവാനിക് സെല്ലിൽ ഒരേപോലെ നടക്കുന്നു, അതാണ് എന്ത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ പാഠത്തിന് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അപ്പം എല്ലാ പാർട്ടുകളും നിങ്ങൾ ഒന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെല്ലാം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചോദിക്കും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ എഴുതി കിട്ടോ ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് തുടർന്ന് നിങ്ങളിത് കാണുക. നമ്മൾ വീഡിയോകളൊക്കെ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വേറെ ഒരുപാട് ടോപ്പിക്സിനെ പറ്റിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം 10th വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം.
അതുകൊണ്ട് ഇനി അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് വരാം. അപ്പം ടാറ്റാ.